ചില ഓഡിയൻസ് സെറ്റിന് വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറി വിളിക്കണമായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഓരോ സെറ്റ് ഓഫ് അറ്റൻഷൻ എങ്ങനെ ഗാർണർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ട്രെൻഡ് ഒരാൾ ഇറക്കി കഴിഞ്ഞാൽ ആ സെയിം ട്രെൻഡ് പിടിച്ച് പോണ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ലാൻഡിംഗ് പേജിൽ ഞാൻ കൺസൾട്ട് ചെയ്ത കമ്പനികളിൽ 90% കമ്പനികളും അതോറിറ്റിയോ റെലവൻസിയോ റാങ്കിങ്ങോ ഈ 3 കാര്യങ്ങളും ലാൻഡിംഗ് പേജിൽ വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യയിലെ വളരെ പേര് കേട്ട ഒരു എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ് ഒരിക്കൽ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കമ്പനിയുടെ ഗ്രോത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഞാനൊന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച സമയത്ത് അവർക്ക് ഒരു സിസ്റ്റം ഇല്ല. ഫുള്ള് എൻഗേജ്മെന്റ് ക്യാമ്പയിനാണ്, ബൂസ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ എൻഗേജ്മെന്റ് ഇല്ല, ഒറ്റ കമന്റ് ഇല്ല. ഞാൻ അടുത്തേക്ക് വെച്ച് സാറേ ലൈക്ക് ഇല്ല, കമന്റ് ഇല്ല, ഷെയറബിൾ ഇല്ലാത്തൊരു കണ്ടന്റിന് ആൽഗോരിതം എങ്ങനെ പോസിറ്റീവായി എടുക്കുക? പക്ഷെ നമ്മൾ കേരളത്തിൽ കണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തം എന്ന് പറഞ്ഞതിൽ ദുഃഖകരമായ കാര്യം, ക്രിയേറ്റീവിന്റെ മുകളിൽ ഒരു പൈസ ചെലവാക്കാൻ ആരും തയ്യാറില്ല. അത് ചെയ്യില്ല. ആ ഒരു അതോറിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ഇവർക്കാർക്കും ഒരു എന്നിട്ട് പിന്നെ പറയും ഞങ്ങൾക്ക് ലീഡ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ലീഡില്ല, ഞങ്ങൾക്ക് ഇതൊന്നും തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ക്രിയേറ്റീവ് ഒന്നും തരാൻ പറ്റില്ല, ഇത്ര ക്രിയേറ്റീവ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ലീഡ് വേണം. നമ്മൾ പോഡ്കാസ്റ്റ് സീരീസ് പല വിഷയത്തിനെ കുറിച്ചിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഞാൻ ഒരു വ്ലോഗ് വായിക്കുന്ന സമയത്ത് ഞാൻ അറിയാൻ കഴിഞ്ഞു. കൂടുതലായിട്ട് ആഡ് സ്പെൻഡ് നടത്തുന്ന ഒരു മെയിൻ ഇൻഡസ്ട്രിയാണ് കോച്ചിങ് ആൻഡ് കൺസൾട്ടിങ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി. അപ്പോൾ ആ മേഖലയെ കുറിച്ചിട്ട് നമ്മളാണ് ഇന്നൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ 2 പോഡ്കാസ്റ്റ് സീരീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിലോട്ട് മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് സാറെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ നമ്മൾ കുറച്ച് പോഡ്കാസ്റ്റുകൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓഡിയൻസ് വളരെ നല്ല ഒരു റെസ്പോൺസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നല്ല റെസ്പോൺസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ അതിൻ്റെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പിനെക്കാട്ടിയും കൂടുതൽ അതിൻ്റെ ഒരു മാർക്കറ്റ് സൈസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫാസിനേറ്റഡ് ആയത്. ഈ കൊറോണ എന്ന് പറയുന്ന കാലഘട്ടത്തിന് ശേഷം 2020 എല്ലാ ലോകം നിശ്ചലമായപ്പോൾ എല്ലാ മനുഷ്യരും ഫേസ് ചെയ്ത വൺ ഓഫ് ദ നമ്പർ 1 ഇഷ്യൂ എന്ന് പറഞ്ഞത് ഹൗ ടു കോപ്പ് വിത്ത് സ്ട്രെസ് ഇൻ ആൻ ഐസൊലേറ്റഡ് എൻവറോൺമെന്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ കുറേ നീഷുകളിൽ ഈ കോച്ചിങ് മെന്ററിങ് ഇൻഡസ്ട്രി ത്രൈവ് ചെയ്ത് വന്നു. അപ്പോൾ ആ ത്രൈവ് ചെയ്ത് വന്ന കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഒന്നായിരുന്നു ലീഡർഷിപ്പ് സ്കില്ല്, രണ്ടാമത്തതായിരുന്നു അപ്സ്കില്ലിംഗ് ഇൻഡസ്ട്രി, മൂന്നാമത്തതായിരുന്നു നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മെന്റൽ ഹെൽത്ത്, പിന്നെ ലീഡർഷിപ്പ് സെൽഫ് എസ്റ്റീം. അപ്പോൾ ഇങ്ങനത്തെ ഇൻഡസ്ട്രികളിൽ എങ്ങനെ ഒരു കോച്ച് മോട്ടിവേഷൻ ട്രെയിനർക്ക് ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ 2 പാർട്ട് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇറ്റ്സ് $1 ബില്യൺ എന്നുള്ളത് മാത്രമൊന്നുമല്ല, ഇറ്റ്സ് $multi-billion ഇൻഡസ്ട്രി. ചില മോട്ടിവേഷൻ ട്രെയിനർമാർ ഹാസ് ആൻഡ് ഫോളോവർ ബേസ് ഓഫ് അറൌണ്ട് 1 to 2 million പീപ്പിൾ. അവർ വ്യത്യസ്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നു. അവർ വ്യത്യസ്തമായ രീതിയിലുള്ള കണ്ടന്റ് പൊസിഷനിങ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യം, ഈസ് ഇറ്റ് ഗോയിങ് ടു how digital marketing is going to help these type of people to establish a brand. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ഏത് നീഷിലാണ് കൂടുതലായിട്ട് അങ്ങനത്തെ ഒരു കൺസൾട്ടിങ് അല്ലെങ്കിൽ മെന്റർഷിപ്പ് കോച്ചിങ് വന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് അങ്ങനെ ഏത് നീഷിലാണെന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മുടെ ഒരു പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ്ങിൽ സെൽഫ് എസ്റ്റീം, മെന്റൽ ഹെൽത്ത്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് പോലത്തെ സ്കില്ലിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഇപ്പോൾ നമുക്കറിയാലോ ChatGPT, ഗൂഗിൾ ജെമിനി, ക്ലൗഡ്, AI ഏജന്റ് ഇതുപോലത്തെ ഒരു കാലഘട്ടമാണ്. സോ ട്രാൻസ്ഫോർമേഷൻ ഇസ് ഹാപ്പനിങ് അറ്റ് എ വെരി റാപ്പിഡ് സ്പേസ്. വളരെ സ്പീഡിലാണ് ഇന്ന് ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ഡിജിറ്റൽ മാർക്കറ്റേഴ്സാണ്, 6-7 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാം 2017 ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ വന്നത് മുതൽ 2025 ഉണ്ടായ ചേഞ്ചുകൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു ദ കോർ ചേഞ്ചുകൾ ഉണ്ട്, ടു ദ അപ്പർ ഫണൽ ചേഞ്ചുകൾ ഉണ്ട് അല്ലേ? ആൻഡ് ഇറ്റ്സ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച്. കാരണം എന്താ വെച്ചാൽ അന്നുണ്ടായിരുന്ന ടെക്നോളജികൾ ഇന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ചില കമ്പനികളുടെ ടൂളുകൾ, ഇപ്പോൾ ഒറാക്കിളിന്റെ ബ്ലോക്കായി എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ടായിരുന്നു. ആ ടൂള് CDP പ്ലാറ്റ്ഫോമിന്റെ ഒരു മുന്നത്തെ വേർഷൻ ആയിരുന്നു ആ സാധനം. ഇന്ന് ആ കമ്പനി ഇല്ല. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം ട്രാൻസ്ഫോർമേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്സ്കില്ലിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന് ഭയങ്കര സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു മാർക്കറ്റർ, ഡിജിറ്റൽ മാർക്കറ്റർ പഠിച്ചിറങ്ങിയാൽ പോലും നമുക്ക് അപ്സ്കില്ലിങ്ങിന് ഒരു മെന്ററുടെ ആവശ്യം ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ കോളുകൾ, നമുക്കറിയില്ല, നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ഓൾമോസ്റ്റ് ഒരു 5000-ഓളം ആൾക്കാരുണ്ട്. ആൻഡ് പീപ്പിൾ ആർ ജോയിനിങ് ദർ കമ്മ്യൂണിറ്റി ഡേ ബൈ ഡേ. കാരണം ഞാൻ അവിടെ എടുത്തൊരു തീരുമാനം എന്താ വെച്ചാൽ അപ്സ്കില്ലിങ്ങിനുള്ള ഒരു എൻവിറോൺമെന്റിനെ എങ്ങനെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് ചിന്തിച്ചത്. ആൻഡ് ലക്കിലി നമ്മുടെ ഭാഗ്യത്തിന് അവിടെ കണക്കിന് ആൾക്കാർക്ക് അപ്സ്കിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്സ്കില്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്സ്കില്ലിംഗ് വെറും ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമല്ല. അപ്സ്കില്ലിംഗ് എന്ന് പറഞ്ഞത്, അപ്സ്കില്ലിംഗ് ശരിക്കും പറയുകയാണെങ്കിൽ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളത് അപ്സ്കില്ലിംഗ് നിർബന്ധമാണ്. അപ്പൊ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അപ്സ്കില്ലിംഗ് ആയിരിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 ടോപ്പിക് അല്ലേ. ഇപ്പൊ ഇത് ഒരു 5 വർഷത്തിന് മുമ്പ് വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ 5 വർഷം മുമ്പ് യൂസ് ചെയ്ത സ്ട്രാറ്റജി എല്ലാം ഇപ്പൊ യൂസ് ചെയ്യുന്നത് അല്ല. ഡെഫിനറ്റ്ലി 5 വർഷം മുന്നത്തെ എന്നുള്ളതല്ല, കൊറോണക്ക് ശേഷം നമ്മൾ കൊടുക്കുന്ന ടാക്ടിക്കൽ പോയിന്റ്, നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രോത്ത് എൻവിറോൺമെന്റ്, നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിക് തോട്ട് വിഷൻ എന്ന് പറഞ്ഞത് എൻറ്റയർലി ഡിഫറെന്റ് ദാൻ 2019 ആണ്. കാരണം നമുക്കത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരു അപ്സ്കില്ലിംഗിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ അതുപോലെ ഓരോ സെക്ടറിലും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പൊ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് 2 ആഴ്ചകൾക്ക് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരികയാണെന്ന്. അപ്പൊ ഞാൻ അടുത്തേക്ക് എന്ത് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എന്നോട് അടുത്തേക്ക് പ്രോക്രാസ്റ്റിനേഷൻ, ഹൗ ടു ഓവർകം പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്. ഞാനിങ്ങനെ എടുത്ത് ആലോചിച്ച് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക്, അപ്പൊ എനിക്ക് തോന്നി അടുത്തേക്ക് ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, and he paid around 5,000 rupees for that program. Okay, 5,000 rupees എന്ന് വെച്ച് കഴിഞ്ഞാൽ you know how many participants were there? Around എനിക്ക് തോന്നുന്നത് 300 to 400 people were there in that Zoom meeting for 3 days. അപ്പോ ഈ കോച്ച് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈസ് ഗിവിംഗ് ദം സം മാനിഫെസ്റ്റേഷൻസ് ആൻഡ് അഫർമേഷൻസ്. അതും ഒരു രീതിയാണ്. ബട്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനൊക്കെ അവര് ഗാർണർ ചെയ്യുന്ന അല്ലെങ്കിൽ റിലൈ ചെയ്യുന്ന ടെക്നോളജി ഏതാന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ മീഡിയ ആണ്. ഇപ്പൊ മലയാളത്തിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പേര് പറയാം. മലയാളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറെ ഈ പറയുന്ന സെൽഫ് എസ്റ്റീമും മോട്ടിവേഷൻ ലീഡർഷിപ്പ് സ്കില്ല് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ആ ആൾക്കാരെല്ലാവരും അവർ റിലൈ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ മീഡിയ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്, ഇഫ് എ പേഴ്സൺ ഹു ഇസ് എൻ ആസ്പയറിംഗ് പേഴ്സൺ ഈസ് ഗോയിങ് ടു എൻ്റർ ദ കോച്ചിങ് ഇൻഡസ്ട്രി, ഓക്കെ, കോച്ചിങ് ഇൻഡസ്ട്രി വരുന്ന സമയത്ത് ഹൗ ക്യാൻ ഹി പൊസിഷൻ ഹിംസെൽഫ് ത്രൂ ഡിജിറ്റൽ മീഡിയ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ ആലോചിക്കുകയാണെങ്കിൽ, സോ ഇഫ് യു തിങ്ക് യുവർ സെൽഫ് ദാറ്റ് ഹൗ എ പേഴ്സൺ ഷുഡ് കം ടു ദ മീഡിയം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും? അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു യുവർ എക്സ്പീരിയൻസ്, കാരണം നിങ്ങൾ അങ്ങനത്തെ കോച്ചുമാർക്ക് നിങ്ങൾ കൺസൾട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആൻഡ് വി ബോത്ത് ഹാവ് കൺസൾട്ടഡ് സം പീപ്പിൾ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും? ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് ആ കോച്ചിങ് ബിസിനസ്സിലുള്ള ആ കോച്ച് എവിടെ പൊസിഷൻ ചെയ്യണം, ആ വ്യക്തിനെ എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ് ചാലഞ്ച് അല്ലേ. അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ കോച്ച് ആരാണ്, ആ കോച്ച് എന്ത് പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്, അയാളുടെ വാല്യൂ സിസ്റ്റം എന്തൊക്കെയാണ്. ഇപ്പോൾ പല രീതിയിൽ വാല്യൂസ് കൊണ്ടുവരാൻ പറ്റും, അല്ലെ വാല്യൂസ് അല്ലെ ബിലീഫ്സ്. ഇപ്പോൾ ചിലത് ഇൻഫോർമേഷൻ ആണ് അവരുടെ വാല്യൂ ആയിട്ട് കൊണ്ടുവരുന്നത്, ചിലത് അവരെ അപ്രോച്ച്, അവരുടെ സെന്റിമെന്റൽ അപ്രോച്ച്, അല്ലെങ്കിൽ അവരുടെ ടോക്കിംഗ് സ്റ്റൈല്, അതൊരു വാല്യൂ ആയിട്ട് എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ വാല്യൂസുണ്ട്. ഇപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നല്ലത് പറയുക എന്നുള്ള മാത്രമല്ല വാല്യൂസ്, പല രീതിയിലുണ്ട്. ഇപ്പോൾ ചില ഓഡിയൻസ് സെറ്റിന് വാല്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തെറി വിളിക്കണമായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഓരോ സെറ്റ് ഓഫ് അറ്റൻഷൻ എങ്ങനെ ഗാർണർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ബിലീഫ്സാണ്, അത് ആ ബിലീഫിനനുസരിച്ച് കോച്ചിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് ഇവർ ഏത് തരം കണ്ടന്റുകൾ ഇറക്കണം, ഏത് പ്ലാറ്റ്ഫോം വരെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ചില കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ കോച്ചിങ് ബിസിനസ്സൊക്കെ ഇറങ്ങുന്ന ചില വ്യക്തികളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അവർ എല്ലാ
പ്ലാറ്റ്ഫോമും തുല്യ രീതിയിൽ കണ്ടന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ചിലവർ കണ്ടന്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരേ സ്ഥലത്തിട്ട സെയിം കണ്ടന്റ് തന്നെ ലിങ്ക്ഡിനിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും ഇടണം ആ സെയിം സാധനം. അപ്പൊ അതിൽ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള ഓഡിയൻസ് വ്യത്യാസമാണ്. അപ്പൊ ആ ഓഡിയൻസിനനുസരിച്ച് ഇവര് കണ്ടന്റിന് ഓഡിയൻസും വ്യത്യാസമാണ്. രണ്ടാമത്തത് ആൽഗോരിതം ആ കണ്ടന്റിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നതിന്റെ ആറ്റിറ്റ്യൂഡും വ്യത്യാസമാണ്. അപ്പൊ ഇതില് അതാണ് ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ കറക്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഒരു കോച്ചിങ് അല്ലെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവട്ടെ അല്ലെങ്കിൽ ഒരു കോച്ച് ആവട്ടെ ഒരു കൺസൾട്ടന്റ് ആവട്ടെ, അവരുടെ ഓഡിയൻസ് ചിലപ്പോൾ ആകെ 1-2 പ്ലാറ്റ്ഫോമിൽ മാത്രമേ അലൈൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പൊ ത്രൂ ഔട്ട് എല്ലാ അവർ ശരിക്കും പറഞ്ഞാല് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് ഒരു ഡിജിറ്റൽ കോച്ച് അല്ലെങ്കിൽ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു അപ്സ്കില്ലിംഗ് എക്സ്പേർട്ട് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവർക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ അതാണ് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ അതായത് ഒരു കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോച്ചിന് ഒരു പുതുതായി വരുന്ന ആൾക്ക് അയാളുടെ സ്റ്റൈലും ആറ്റിറ്റ്യൂഡും സിസ്റ്റം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഒരു ഡിഫറൻഷ്യാലിറ്റി ഉണ്ട്. അതൊരു വേറൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഒരു ട്രെൻഡ് ഒരാൾ ഇറക്കി കഴിഞ്ഞാൽ ആ സെയിം ട്രെൻഡ് പിടിച്ചു പോണ അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടില്. പൊതുവെ എല്ലായിടത്തും കാണുന്ന ഒരു കോമഡി ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ആ സെയിം കോമഡി ടൈപ്പിൽ എല്ലാ ട്രെയിനേഴ്സും ആ ഒരു സ്റ്റൈലിലോട്ട് പോണ ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ മറക്കണ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓഡിയൻസ് ആരാന്നുള്ളത് അവർ മറന്നുകൊണ്ട്. അപ്പൊ അതായത് ഒരു ലോയൽ കസ്റ്റമറിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡ് വോയിസിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കി സ്റ്റഫ് ചെയ്തൊരു കാലഘട്ടത്തിൽ എങ്ങനെ നമുക്കൊരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺഫ്യൂസിംഗ് ആയ പാർട്ട്. അപ്പൊ അതാണ് എല്ലാരും അത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ചില ഇൻസൈറ്റുകൾ തരാനുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് 3 കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ ഒരു പോയിന്റ്, നമ്മൾ ഡിജിറ്റൽ മീഡിയത്തിലേക്ക് വന്നാൽ എല്ലാവരും പറയുന്നതായിട്ടുള്ള ഒരു ഫോർമുല ഞാനും മനസ്സിലാക്കിയ ഒരു ഫോർമുല ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡിജിറ്റൽ മീഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ 3 സ്റ്റെപ്പിന്റെ മുകളിൽ നമുക്ക് ആ സാധനത്തിനെ ക്ലിയർ ആക്കി പിടിക്കാം. അറ്റൻഷൻ, എൻഗേജ്മെന്റ്, മോണിറ്റൈസേഷൻ. ഓക്കെ, അറ്റൻഷൻ, എൻഗേജ്മെന്റ്, മോണിറ്റൈസേഷൻ. ഈ പറയുന്ന അറ്റൻഷൻ, എൻഗേജ്മെന്റ്, മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഈ 3 സാധനത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ 3 ഫേസിന്റെ മുകളിൽ നമുക്ക് ഡിജിറ്റൽ മീഡിയത്തിലുള്ള ഏത് ബിസിനസ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അറ്റാച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ അറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രാൻഡ് അവയർനെസ് ആണ്. ബ്രാൻഡ് അവയർനെസ് നടക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിൽ ഇയാൾ കൊണ്ടുവരുന്ന വാല്യൂ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ അറ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് എന്ന പോയിന്റ് കൊണ്ട് നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഡിജിറ്റൽ അസറ്റുകളിൽ ടച്ച് പോയിന്റുകളിലേക്ക് ഇവരെത്തിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞ വെബ്സൈറ്റ്, ലാൻഡിംഗ് പേജ്, ഡിസ്കഷൻ ഫോറംസ്, ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റീസ്, പെയ്ഡ് സോഷ്യൽ, പെയ്ഡ് അല്ലാത്ത സോഷ്യൽ, ഓർഗാനിക് സോഷ്യൽ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ ടച്ച് പോയിന്റുകൾ എത്രത്തോളം ടച്ച് പോയിന്റുകൾ നമുക്ക് ഇവർ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള എങ്ങനെ ഇതിൽ നിന്ന് ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ട് കസ്റ്റമർക്ക് യൂസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സംഭവത്തെ മോണിറ്റൈസ് ചെയ്യാം. അപ്പൊ അവിടെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഒന്നും കൂടി ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യം, ഒന്ന് നമ്മൾ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക. 2 നമ്മൾ ആ ബ്രാൻഡിന്റെ മുകളിൽ ഡിസ്കവറബിലിറ്റി നടത്തുക. ഡിസ്കവറബിലിറ്റി നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതൊരു വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ കണ്ടൊരു പെയിൻ പോയിന്റ് ആണ് കോച്ച് ബിസിനസ് ഇൻഡസ്ട്രിയിലുള്ളത്. കാരണം അവര് അവയർനെസ് വീഡിയോസ് ആദ്യം ചെയ്തതിന് ശേഷം പിന്നെ അതിന് അവര് ഇത് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ഒരു ഫണൽ അവിടെ പെൻഡിങ് ആയിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിൽ കൂടുതലും ചെയ്യുന്നത് എന്താ വെച്ചാൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ അവയർനെസ്സിനും സബ്സ്റ്റാൻഡേർഡ് അവയർനെസ് ആണ്. എന്താ സബ്സ്റ്റാൻഡേർഡ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ വളരെ ചുരുക്കം ആൾക്കാരാണ് അവരുടെ വാല്യൂ സിസ്റ്റത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തുകൊണ്ട് ആ വാല്യൂ സിസ്റ്റത്തിനെ ടോട്ടലായിട്ട് എൻഗേജ് ചെയ്യുന്ന ടച്ച് പോയിന്റുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ പോയിട്ട് ആ പ്രോഗ്രാമിൽ നടത്താൻ ഇവന്റിന്റെ കുറച്ച് ബൈറ്റ്സ് കട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ ബൈറ്റ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ഇന്റർനെറ്റ് ഫേസ്ബുക്ക് എന്നുള്ളത് മാത്രമല്ല, ഈ ഫേസ്ബുക്ക് എന്നുള്ള വായയിൽ ഇത് വരാൻ കാരണം എന്താണെന്നറിയോ?
ഇന്ന് മോട്ടിവേഷൻ കോച്ചുമാർ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ശരിക്കും ഫേസ്ബുക്ക്. പക്ഷെ ഫേസ്ബുക്ക് മാത്രം കൊണ്ട് അത് നടക്കില്ല. കാരണം നടക്കാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിലെ എല്ലാ ടച്ച് പോയിന്റുകളും എങ്ങനെ ഇവർക്ക് സീംലെസ്ലി ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ള ഒരു പോയിന്റിന് ഇവർക്ക് കിട്ടാത്തോടത്തോളം കാലം ഈ കാര്യം നടക്കില്ല അല്ലേ? അപ്പൊ ഇതില് ഒരു നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ പെർഫോമൻസ് മാർക്കറ്റായിട്ടുള്ള വൈഭവ് സിന്ധി. ഈ വൈഭവ് സിന്ധി ആദ്യം കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് പുള്ളി ഒരു ലിൻഡിന്റെ ഒരു മാസ്റ്ററിംഗ് കോഴ്സ് മാത്രമേ. വെരി ഗുഡ്. അതെന്താ വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഒരു PMF അദ്ദേഹം കണ്ടെത്തി, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അല്ലെങ്കിൽ കസ്റ്റമർക്ക് അനുഭവിക്കുന്ന ഒരു പെയിൻ പോയിന്റ്. അത് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ലെവലിലേക്ക് വന്ന സമയത്ത് അവിടെ ഗ്രോത്ത് സ്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വളരെ നിങ്ങൾ പറഞ്ഞ പോയിന്റ് സ്പെസിഫിക്കലി അത് ഫിറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി നിങ്ങൾ പറഞ്ഞ പോയിന്റ് കടെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഷുഡ് എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ്. അയാൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തതിന് ശേഷം ആ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്താ വെച്ചാൽ വെദർ ഹി ക്യാൻ ഗാർണർ മാക്സിമം പീപ്പിൾ ടു ദാറ്റ് കമ്മ്യൂണിറ്റി. ഇയാൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ആ കമ്മ്യൂണിറ്റിയിലേക്ക് മാക്സിമം ആൾക്കാരെ ഇയാൾക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം. ആ എത്തിക്കാൻ പറ്റിയാൽ മാത്രമേ ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. കേരളത്തിലെ മോട്ടിവേഷൻ ട്രെയിനർമാർക്കൊന്നും അങ്ങനെ സ്കെയിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ ട്രെൻഡിനനുസരിച്ച് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ അതൊരു വലിയ പോയിന്റ് ആണ്. കാരണം എന്താ വെച്ചാല് ഇവര് ഓരോ ട്രെൻഡ് വരുമ്പോ ആ ട്രെൻഡിനെ പിടിച്ചുകൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഞാനിതിലേക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു സംഭവം എന്താ വെച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ആൾക്കാർ, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് നടത്തുന്ന ചില മെന്റർമാര് ശരിക്കും പറഞ്ഞാൽ അവിടെ കൊടുക്കുന്നത് ഒരു തരം സ്യൂഡോ എന്താ പറഞ്ഞാലും മോട്ടിവേഷനാണ്. ഈ സ്യൂഡോ മോട്ടിവേഷൻ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇവര് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ, ഇദ്ദേഹം വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നന്നാക്കാണ്. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നന്നാക്കണമെങ്കിൽ സെൽഫ് എസ്റ്റീം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ സെൽഫ് എസ്റ്റീം കൂടിയൊന്നും കാര്യമില്ല. കാരണം ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് ദാറ്റ്. അത് ചെയ്യുന്നില്ല. അതായത് അടുത്ത ഫണൽ അവർക്ക് എന്താണെന്ന് ക്ലിയർ ആവാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പൊ നമ്മൾ ഇനി നമുക്കൊരു ഡിസ്കഷൻ പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൽ വരുന്ന ആൾക്കാർക്ക് ടച്ച് പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ മീഡിയത്തിൽ എങ്ങനെ ഒരു ഫണൽ ഉണ്ടാക്കാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കോച്ചിങ് ബിസിനസ്സിന്റെ ഒരു ഫണൽ ക്രിയേഷൻ അല്ലെങ്കിൽ ഫണൽ സ്റ്റെപ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവരെ ഈ ഓഡിയൻസ് നേരത്തെ പറഞ്ഞ പോലെ ഓഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കണം. ഈ ഓഡിയൻസ് നോക്കിയതിന് ശേഷം അവർ ആദ്യം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡപ്പ് ചെയ്ത് പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ നോക്കല്ല, അവർ നോക്കണം. ആ കമ്മ്യൂണിറ്റി ഡിജിറ്റൽ സാവി കമ്മ്യൂണിറ്റി ആവണം. എന്നിട്ട് ഇതിൽ ഈ ഡിജിറ്റൽ സാവി കമ്മ്യൂണിറ്റിന്ന് അവരെ കോഴ്സ് ഏതാന്നുള്ളത്, ഇപ്പോൾ അവർ മോണിറ്റൈസേഷൻ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാംസ് ഏതാന്നുള്ളത് അവർ ആദ്യം പ്ലാൻ ചെയ്തതിന് ശേഷം ആ മോണിറ്റൈസേഷന്റെ ചാർജിനനുസരിച്ച് അതിന്റെ ടിക്കറ്റ് സൈസിനനുസരിച്ച് വേണം ഇതിന്റെ ഓട്ടോമേഷൻ കൊടുക്കാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 99 രൂപന്റെ ഒരു വൺ ഡേ പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ ഈ 99 രൂപന്റെ വൺ ഡേ പ്രോഗ്രാംസ് അവർ മോണിറ്റൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ കുറെ പ്രോസസ്സ് ഈ 99 രൂപക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ഫുള്ള് ഓട്ടോമേഷൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ 99 രൂപന്റെ ഈ പ്രോഗ്രാം ഒരു പ്രോഫിറ്റബിൾ മാർക്കറ്റിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 99 രൂപന്റെ ഒരു പ്രോഗ്രാം എടുക്കുക, അതൊരു 1 lakh പ്രോഫിറ്റിലോട്ട് എത്തണം. ഒരു മന്ത് ഒരു 1 lakh പ്രോഫിറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ഒരു 1 lakh പ്രോഫിറ്റിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എത്ര ടിക്കറ്റ് സൈസ് വേണം, ടിക്കറ്റ് സൈസ് അല്ല, അവിടെ ഓഡിയൻസിന്റെ വലുത് വേണം. ഉദാഹരണം ഒരു 10,000 ഓഡിയൻസ് വന്നാലേ ഒരു 100 രൂപയാണ്. 1000 ആള് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര വരിക, 10,000 ആൾക്കാർ വരേണ്ടി വരും അല്ലേ? 100 രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപയുടെ ഒരു ടിക്കറ്റ് സൈസ് വെച്ചുകൊണ്ട് 1000 ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറായിട്ട് അക്വയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന 100K എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 1 ലക്ഷം ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 1000 ആൾക്കാരെ അക്വയർ ചെയ്യണം. ഈ 1000 ആൾക്കാരെ അക്വയർ ചെയ്യുമ്പോൾ അതുവരെയുള്ള ഒരു പ്രോസസ്സ്, ഈ 1000 ആൾക്കാരെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ 1000 ആൾക്കാരെ അക്വയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമേഷൻസ് കൊണ്ടുവരണം. ഈ ഓട്ടോമേഷൻ കൊടുത്ത് ആ ഓട്ടോമേറ്റഡ് പ്രോസസ്സിലൂടെ കൊണ്ടുപോയാൽ മാത്രമേ ഇവരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കസ്റ്റമർ അക്വയർ ചെയ്യുന്നിടത്ത് ഇവർ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇനി ടിക്കറ്റ് സൈസ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഒരു 50,000 ഒരു പ്രോഗ്രാമാണ് കൊണ്ടുവരണം വിചാരിക്കും. ഇപ്പോൾ ഈ 50,000 പ്രോഗ്രാമാണ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഓട്ടോമേഷൻ അല്ല, അവിടെ ആ 50,000 ഒരാൾ കസ്റ്റമർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ വിചാരിക്കണേ, ഇയാളായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വേണം. കാരണം അയാൾ കൊടുക്കണ ആ പൈസക്ക് കിട്ടുന്ന ഒരു വാല്യൂ തിരിച്ച് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ അവരിരുന്ന ഒരു ഡയറക്റ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ഗൂഗിൾ മീറ്റ് ലൈവ് സെഷൻസോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ ആ ഒരു ടിക്കറ്റ്. എന്താ വെച്ചാൽ 50,000 രൂപ കൊടുക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ വാല്യൂ ഇയാൾക്ക് കിട്ടുമെന്നുള്ളതാണ് തിരിച്ചു നോക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പൊസിഷനിങ് നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഫണലിനെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് വെച്ചിട്ടുള്ള ഫണലിനെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ 30-30-40 എന്ന് പറയുന്ന 30-30-60 എന്ന് പറയുന്ന ഒരു ഫോർമുലയ്ക്ക് നമുക്ക് ചെല്ലാം. അവിടെ 30 എന്ന് പറയുന്ന ഒരു ഫോർമുല 30-30-40 എന്ന് വെച്ചൊരു ഫോർമുല എങ്ങനെ വെച്ചാൽ 40% ഓഫ് ഹിസ് ബഡ്ജറ്റ് ഷുഡ് ബി ഫോർ ദ അവയർനെസ് പ്രോഗ്രാം. ഓക്കെ, 40 നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കാം. സോ ബോട്ടം ഓഫ് ഫണൽ നമുക്ക് നോക്കാം. 40% of his budget should be for the awareness program. 30% of his budget should be for the engagement program. And 30% should be roughly for the conversion program. Okay? ഇത് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിന് വേറൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഏകദേശം ഒരു കോച്ചിങ് ബിസിനസ് തുടങ്ങുന്നതിന്റെ മുന്നേ അറ്റ്ലീസ്റ്റ് 90 to 120 ഡേയ്സ് ഇയാൾ പ്യുവർ നോളജ് കൊടുത്തിരിക്കണം. നമ്മൾ ലിങ്ക്ഡിനിൽ വേറെ കണ്ട അപ്സ്കില്ലിംഗ് കോച്ചുകളുണ്ട്. ഇപ്പൊ എനിക്ക് പരിചയമുള്ള അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് കോച്ചുകളുണ്ട്. ഇപ്പൊ ജഗദീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, രോഹിത് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, പിന്നെ നമ്മളുടെ മിന്ത്രയിലുള്ള ഒരു പ്രൊഡക്റ്റഡ് ആയിട്ടുള്ള ഒരു സാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഇവരൊക്കെ എന്താ വെച്ചാൽ 100 to 120 ഡേയ്സ് അല്ലെങ്കിൽ 180 ഡേയ്സ് പ്യുവർ നോളജ് ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ആ പ്യുവർ നോളജ് എങ്ങനെ ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ നോളജ് കൊണ്ട് ഏകദേശം ഒരു 70% of the people who are in the awareness stage would be interested to try his product at least once. അതാ ഞാൻ പറഞ്ഞ 40% of his effort should be in the branding stage. ബ്രാൻഡിങ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നോളജ് ആയിരിക്കണം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്. അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ത്രൂ ഹിസ് എക്സ്പീരിയൻസ്, ത്രൂ ഹിസ് സ്കിൽസ് ആൻഡ് എ പ്രോബ്ലം കംസ് ടു ദ മാർക്കറ്റ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പ്രോബ്ലം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഹിസ് പെർസ്പെക്റ്റീവ് അവിടെ കൊടുക്കണം. എന്താണ് ആ പെർസ്പെക്റ്റീവ്? ആ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രോബ്ലം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഹൗ വുഡ് ഹി സോൾവ് ദാറ്റ് പ്രോബ്ലം? അയാൾ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും? ഇതായിരിക്കണം ഈ പെർസ്പെക്റ്റീവ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് അറിയുന്ന ഓഡിയൻസിൽ ദാറ്റ് ഓഡിയൻസ് വുഡ് ബി ഇൻട്രസ്റ്റഡ് ടു ട്രൈ ഹിസ് പ്രൊഡക്റ്റ്. ഇപ്പൊ വൈഭവ് സിസിന്റെ ഒക്കെ ചെയ്തതാണ്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ലിങ്ക്ഡ്ഇൻ ഇസ് ദ ബെസ്റ്റ് മാർക്കറ്റ് വെയർ യു ഷുഡ് പ്ലേ ടു പൊസിഷൻ യുവർ സെൽഫ് ആസ് എൻ അതോറിറ്റേറ്റീവ് പേഴ്സൺ. പുള്ളി കണ്ട ഒരു ഗ്യാപ്പ് പറഞ്ഞാൽ കുറെ എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അവർക്ക് ജോലി കിട്ടാൻ വേണ്ടിട്ട് അല്ല, അവിടെ അതൊരു പോയിന്റ് ആണ്. അതൊരു പോയിന്റിന്റെ he understood two things. LinkedIn was used in India only for job search. Yes. LinkedIn is not meant to create jobs. LinkedIn the uddesham is not meant to create jobs. LinkedIn is a platform which can be used to establish you as an authority in a specific area. സ്റ്റുഡൻസ് അവർക്ക് കിട്ടുന്ന വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു അക്കാദമിക് ഇയറിൽ അവരോട് ലാസ്റ്റ് പറഞ്ഞൊരു പരിപാടി നിങ്ങൾ ലിങ്ക്ഡിൻ സെറ്റ് ആക്കണം എന്ന് പറയും. അപ്പൊ ഈ നമ്മുടെ നാട്ടിലിപ്പോ പറഞ്ഞൊരു പേരാണ് സെറ്റ് ആക്കുക. ഈ ലിങ്ക്ഡിനിൽ ഈ അതോറിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞെന്നുണ്ടെങ്കിലും പക്ഷെ അവർ ആകെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുത്ത് ഇവര് ജോബ് ഓപ്പണിങ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാന്നുള്ള പരിപാടി മാത്രം. പക്ഷെ അവിടെ എന്താ വന്നത്? അവിടെ റെപ്ലിക്കേഷൻ നടന്നു, അവിടെ ഐഡന്റിഫിക്കേഷൻ നടന്നില്ല. ഓരോരുത്തർക്കും ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഈ സാധിക്കാത്ത സിറ്റുവേഷനിൽ സംഭവിച്ചൊരു പ്രോബ്ലം എന്താ വെച്ചാൽ അവർക്കൊരു യുണീക് പ്രൊപ്പോസിഷൻ ഓരോ വിദ്യാർത്ഥിക്കും കൊടുക്കാനില്ല. ഞാനിപ്പോ വേറെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ മെന്റർഷിപ്പിന് പോയിരുന്ന കാലഘട്ടത്തിൽ യു നോ ദാറ്റ് ഐ ഹാഡ് എ സ്റ്റാർട്ടപ്പ്. ഓക്കെ, I told my candidates or people who are well wishers to me that you should create an identity for yourself. നിങ്ങൾക്കായിട്ടൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് ഈ കോച്ചിങ് ബിസിനസ്സിലും അത് വളരെ നിർബന്ധമാണ്. ബിക്കോസ് ഇഫ് യു റിപ്ലിക്കേറ്റ് അതർ പേഴ്സൺസ് പ്രോബ്ലം, ഓക്കെ, ഓർ യു റിപ്ലിക്കേറ്റ് അതർ പേഴ്സൺസ് പ്രോസസ്. നമുക്ക് ഓരോരുത്തരും പേരെടുത്ത് പറയാനൊന്നും കഴിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ട്രേഡ് മാർക്ക് പല ഇഷ്യൂസ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ അത് മിണ്ടാത്തത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അടുത്ത് ഞാൻ അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞു, ഒരു ഡോക്ടർ അദ്ദേഹം ഈ ട്രൈ ടു എക്സ്പ്ലെയിൻ അനദർ പേഴ്സൺസ്, അദ്ദേഹം മറ്റാൾ പറഞ്ഞ കുറെ പ്രോബ്ലത്തിനെ കുറിച്ച് ഇയാൾ ആ ക്ലിപ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു, he showed himself that example that this is wrong. അത് പറഞ്ഞോടുകൂടി സംഭവിച്ചത് എന്താ വെച്ചാൽ that person gave a copyright issue. This person gave a copyright issue. അപ്പൊ അതുകൊണ്ട് നമ്മൾ പേര് പറയുന്നില്ലെങ്കിൽ we should tell the people that you can't replicate the other person's process. ഇതാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പൊസിഷൻ ചെയ്തെടുക്കേണ്ടത് എന്താ വെച്ചാൽ ഈച്ച് പേഴ്സൺ ഷുഡ് ഹാവ് ഹിസ് ഓൺ യൂണിക് പെർസ്പെക്റ്റീവ്.
അതാണ് ഇപ്പോൾ ഇവര് ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ കോച്ചിങ് ബിസിനസ് ഒരു ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ ഇവർ ചെയ്യുന്ന വേറൊരു തമാശ എന്താ വെച്ചിട്ടാ ഇവർ കൂടുതലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് വാട്സപ്പിലാണ്. വാട്സപ്പ് is a platform which can be used only for creating awareness for maximum 3 to 4 hours. അതാണ് സ്റ്റോറീസ് 24 hours കഴിഞ്ഞ ഓഫ് ആണ്. അതെ, വാട്സപ്പിന് പിന്നെ ഈ അവയർനെസ് സ്റ്റേജിൽ കൊണ്ടുവരുന്നതാണ്. അത് പറ്റില്ല. അത് വെരി ട്രൂ. അവയർനെസ് സ്റ്റേജിൽ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമല്ല വാട്സപ്പ്. വാട്സപ്പ് is a platform which can be only used where you have already known this person. ഇയാൾ അറിയുമെങ്കിൽ മാത്രമാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലായിട്ട് മാത്രം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ US ഒക്കെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗിന് പകരമായിട്ട് ഇവിടെ വാട്സപ്പ് മാർക്കറ്റിംഗ് യൂസ് ചെയ്യുക. കാരണം ഇമെയിൽ മാർക്കറ്റിംഗ് ഇവിടെ അത്ര കണ്ടിട്ട് പ്രാധാന്യം കുറവാണ്. അപ്പോൾ അവിടെ B2B സെക്ടറിൽ ഉണ്ട്. കാരണം B2B ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ഫുള്ള് നടക്കുന്ന ഇമെയിൽ ത്രൂ ആണ്. അപ്പോൾ അവിടെ ഇമെയിലിങ്ങിനും പ്രാധാന്യമുണ്ട്. പക്ഷെ ഇവിടെ ഒരു നോർമൽ പീപ്പിൾ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന് ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിന്റെ പ്രോഡക്റ്റ് കോച്ചിങ് ബിസിനസ് കോച്ചിങ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വിളിച്ച് ചിലവർ ചോദിക്കാറുണ്ട് എനിക്ക് ഇത്ര ലീഡ് കിട്ടിയെന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത്രത്തോളം ലീഡ് കിട്ടിയോ, നിനക്ക് ഏത് മീഡിയത്തിലെ ലീഡ് കിട്ടിയെന്ന് നോക്കും. ഞാൻ പറയും വാട്സപ്പിൽ എന്ത് ലീഡാണ് നിനക്ക് കിട്ടിയത്? അല്ല, മെസ്സേജ് കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഹായ് എന്ന് അടിച്ചാൽ അത് ലീഡാണോ? ആ മെസ്സേജ് കൺവെർസേഷനിൽ നിന്നോട് ഒരുത്തൻ ഹായ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നീ ഇട്ട പോസ്റ്ററിന്റെ മുകളിൽ ഹായ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലീഡാണോ? അപ്പൊ അത് ലീഡ് അല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അത് എങ്ങനെ ലീഡ് ആവുക? ബിക്കോസ് ലീഡ് ഈസ് വെയർ ലീഡിൽ 2 ടൈപ്പ് ലീഡ് ഉണ്ട്. ഒന്ന് കോൾഡ് ലീഡ് ഉണ്ട്, ഒന്ന് വാം ലീഡ് ഉണ്ട്. ശരിക്കും കോൾഡ് ലീഡിലും ഇത് പെടുത്താൻ പറ്റില്ല. നമ്മളിപ്പോ ഹായ് കോൾഡ് ലീഡിലാണെങ്കിൽ ഇത് പെടുത്താൻ പറ്റില്ല. കാരണം മെസ്സേജ് കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏത് പെർസ്പെക്റ്റീവിലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു റീസൺ ഇപ്പോ ഈ ഹായ് എന്ന് പറഞ്ഞാണ്ട് വരുന്ന മെസ്സേജിന്റെ ഒരു റീസൺ, അല്ലെങ്കിൽ അവര് നമ്മൾ വിളിക്കുന്ന സമയത്ത് അല്ലെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ പറയും അവര് അറിയാതെ കയ്യറ്റി പോയതാണ് അല്ലെങ്കിൽ ജസ്റ്റ് അറിയാൻ വേണ്ടി നോക്കിയാണ്. അപ്പൊ അവിടെ ആ ഒരു ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഒരു വാല്യൂ അവിടെ കൊടുത്തിട്ടില്ല. ആ കമ്പനി ദാറ്റ്സ് എ വെരി വെരി ട്രൂ പോയിന്റ്. കാരണം എന്താ വെച്ചാല് നല്ല ഒരു കോച്ച്, മെന്റർ, കൺസൾട്ടന്റ്, അപ്സ്കില്ലിംഗ് പേഴ്സണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്പെസിഫിക് നീഷിലുള്ള ഓഡിയൻസിലേക്കാണ് ഇത് എത്തിക്കുന്നത് വിചാരിക്കും. ഒരിക്കലും നടക്കില്ല. അത് ഇപ്പോൾ ഒരു ഓഫറായിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഒരു അൺനോൺ കമ്പനി അല്ലെങ്കിൽ അത്ര പോപ്പുലർ ആവാത്തൊരു കമ്പനിക്ക് ഓഫർ കൊടുത്തു വിചാരിക്കും. ഈ ഓഫർ കൊടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. അത് വലിയൊരു ഓഫറാണ്. കാരണം മറ്റു കമ്പനീസ് കൊടുക്കുന്നതിനെക്കാട്ടി വലിയ ഓഫറായിരിക്കും, പക്ഷെ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു കമ്പനി വലിയൊരു കമ്പനിക്ക് കൊടുക്കുന്ന സമയത്ത്, ഒരു ഓഫർ കൊടുക്കുന്ന സമയത്ത് അതിന് നല്ല ജനങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡാണ്. അതാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കഷനോട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഹൗ ടു എസ്റ്റാബ്ലിഷ് എ ബ്രാൻഡ് എന്നത് പറഞ്ഞാൽ ഹൗ ടു എസ്റ്റാബ്ലിഷ് എ ക്ലിയർ ബ്രാൻഡ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഈ കസ്റ്റമറിന് ഈ പറയുന്ന വ്യക്തി അപ്സ്കില്ലിംഗ് ആയിക്കോട്ടെ, കോച്ചിങ് ആയിക്കോട്ടെ, ഈ വ്യക്തിക്ക് കറക്റ്റ് ബ്രാൻഡ് പ്രൊപ്പോസിഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ മിഡിൽ ഫണൽ എൻഗേജ് ആവില്ല. അതെ. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്ത് നോക്കിയല്ലോ, നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ബ്രാൻഡ് അവയർനെസ് ജനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കാന്നുള്ളത് ചിന്തിക്കാം. ഞാൻ അതിനൊരു യൂസ് കേസ് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് കോച്ചാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓഡിയൻസ് വരുന്നത് ഏകദേശം ഒരു 13 മുതൽ 21 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചു. ദോസ് പീപ്പിൾ ഹു ആർ സ്റ്റഡിങ് ഫ്രം 8th സ്റ്റാൻഡേർഡ് ടിൽ ദേ ആർ ഗ്രാജുവേറ്റഡ് ഫ്രം എ കോളേജ്. നമുക്കൊരു ഫണൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ what all the touch points we can actually create in that you can put in that design. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് ഒരു ഫണൽ ഉണ്ടാക്കണം പറ്റേ ഈ ഡോട്ടേഴ്സ് ഒരു ഇപ്പോൾ 13 to 21 ആണ് ഏജ് ഗ്രൂപ്പ്. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഒരു നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ ഡീമോട്ടിവേറ്റഡ് എന്നൊന്നും പറയണ്ട, അവർ സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആൾക്കാരാണ്. കുറച്ചും കൂടി പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് വരാൻ കഴിവില്ലാത്തൊരു വ്യക്തികളാണ്. ഓക്കെ, ദേ ഹാവ് സം സോർട്ട് ഓഫ് പ്രോബ്ലം വെയർ ദേ ഷുഡ് അഡ്രസ് ദാറ്റ് പ്രോബ്ലം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു a coach or a psychologist or a person who is addressing this type of problem. Okay. How can we design a funnel for him? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫണൽ വരുന്ന സമയത്ത് ഒരു ഇപ്പോൾ ഈ ഒരു കാറ്റഗറി 13 to 21 ഏജ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കണം. പ്ലസ് അവിടെ ഒറ്റ ടിപ്പ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഷെയറബിലിറ്റി വരുന്ന ഈ നീഷിൽപ്പെട്ട കണ്ടന്റിന് ഷെയറബിലിറ്റി വരുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും. അതെ, ആ ഓഡിയൻസിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ടൈപ്പ് കണ്ടന്റ്. കറക്റ്റ്. പിന്നെ അവരെ പേരൻസിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ അവിടെ അവരെ
മോട്ടിവേറ്റ് അല്ല, അവിടെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ ഒരു ചൈൽഡിന്റെ ലൈഫ് സ്റ്റൈലും അവരുടെ മെന്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ടൈപ്പ് ഇൻഫർമേഷൻ കണ്ടന്റ് ആളാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കണ്ടന്റ് ആളാണ് ഫേസ്ബുക്കിൽ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും കൊടുത്തതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിന്റെ ലൈവ് സെഷൻസ് അല്ലെങ്കിൽ അതോറിറ്റി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് കണ്ടന്റിലും യൂട്യൂബിൽ ലൈവ് സെഷൻസുകളും കൊണ്ടുവരണം. പ്ലസ് ഇവിടുന്ന് വരുന്ന ഈ ഓഡിയൻസിനെ നേർച്ചർ ചെയ്തിട്ട് ഒരു CRM വോയിസ്, അത് വാട്സപ്പ് ഓട്ടോമേഷൻസും അവിടെ നമ്മൾ ലാൻഡിംഗ് പേജിന്റെ CRO വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ലാൻഡിംഗ് പേജിന്റെ CROയില് കറക്റ്റ് പൊസിഷനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഫണല് നമുക്കൊരു ഫുൾ ആയിട്ട് കിട്ടുള്ളൂ. യെസ് യെസ്. ഇപ്പൊ ലാൻഡിംഗ് പേജ് അവിടെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ലാൻഡിംഗ് പേജിൽ ഈ പറഞ്ഞ പോലെ ഇവരെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വരാനുള്ളത്, അപ്പോൾ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് അതിൻ്റെ മെഡിക്കൽ ടേംസുകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം, എന്നാൽ അത് സാധാരണക്കാരന് മനസ്സിലാവണ ഒരു രീതിയിലായിരിക്കണം ലാൻഡിംഗ് പേജിൻ്റെ ഡിസൈൻ വരുന്നത്. എന്നിട്ട് അതിലോട്ട് ഒരു CRM കണക്ട് ചെയ്ത് അവിടെ വാട്സപ്പ് ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരണം. ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി, ഒരു കണ്ടന്റ് സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും? കണ്ടന്റ് സ്ട്രാറ്റജി പറയുന്നതിന്റെ മുന്നേ ലാൻഡിംഗ് പേജിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കണ്ടന്റ് സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. ലാൻഡിംഗ് പേജിൽ ഞാൻ കൺസൾട്ട് ചെയ്ത കമ്പനികളിൽ 90% കമ്പനികളും അതോറിറ്റിയോ റെലവൻസിയോ റാങ്കിങ്ങോ ഈ 3 കാര്യങ്ങളും ലാൻഡിംഗ് പേജിൽ വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞ പാസ്റ്റ് എത്ര കസ്റ്റമേഴ്സ് ഇവരെടുത്ത് വന്നിട്ടുണ്ട്, പാസ്റ്റ് എത്ര ആൾക്കാർ ഇവരിൽ നിന്ന് ഈ പറയുന്ന സർവീസ് എടുത്തിട്ടുണ്ട്, ഇതിൽ ഇവർക്ക് എത്ര ആൾക്കാർക്ക് എന്ത് കിട്ടിയിട്ടില്ല, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതിന്റെ റിവ്യൂ റേറ്റിംഗ്സ് കൊടുക്കാതെ വെറുതെ ഒരു ഡംഡപ്പ് കണ്ടന്റ് ChatGPT എടുത്തിട്ട് എന്താ പറയാ ഇത് പൊസിഷൻ ചെയ്യുന്നതാണ്. പെർഫോമൻസ് മാർക്കറ്റ് എന്നുള്ള ആൾക്ക് എനിക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉണ്ട്. പക്ഷെ അവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു പുതിയ ബിസിനസ് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. കാരണം ഇതുവരെയുള്ള ഒരു ഡാറ്റ റെക്കോർഡ് അല്ല. ഇല്ല. അതുകൊണ്ട് തന്നെ അതിപ്പോ വേറെ കാര്യം, ഞാന് ഇന്ത്യയിലെ വളരെ പേര് കേട്ട ഒരു എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ് ഒരിക്കൽ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കമ്പനിയുടെ ഗ്രോത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഞാനൊന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച സമയത്ത് അവർക്ക് ഒരു സിസ്റ്റവും ഇല്ല, ഒരു പ്രോസസ്സും ഇല്ല, ഒരു SOP ഇല്ല. നിങ്ങൾക്ക് അപ്പം ഞാൻ അടുത്തേക്ക് ചോദിച്ചു, നിങ്ങളെ ഫസ്റ്റ് പാർട്ടി ഡാറ്റ നിങ്ങൾ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സിസ്റ്റം ഞങ്ങൾക്കില്ല. അപ്പോൾ എടുത്തേക്ക് എന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെ എക്സൽ. ഞാൻ എക്സൽ CDP പ്ലാറ്റ്ഫോംസ് ഒന്നും നിങ്ങൾക്കില്ല. ഇല്ല, ഞങ്ങൾക്കൊരു സിസ്റ്റം ഇല്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കസ്റ്റമറിനെ ഗാർണർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? വി ഡു സം ആഡ്സ്. ഞങ്ങൾ കുറച്ച് ആഡ് റൺ ചെയ്യുന്നുണ്ട്. ഈ ആഡ് റൺ ചെയ്യുന്നത് ഒഴിച്ചാൽ ബാക്കി പരിപാടിയൊന്നും ഞങ്ങളെടുത്തില്ല. ഈ പറയുന്ന ഒരു മെക്കാനിസം ഞങ്ങൾ കണ്ടിട്ടില്ല. കസ്റ്റമർ റീറ്റെയിൻ ചെയ്യണ ഒരു ഫണലും റീറ്റെയിൻ പോയിട്ട് വേറെ കാര്യം എൻഗേജ് ചെയ്യാൻ പോലും ഇവർ ശ്രദ്ധിക്കുന്നില്ല. എൻഗേജ് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം ശ്രദ്ധിച്ചാലല്ലേ അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ ആൻസർ വരാം. ഇപ്പൊ ഒരു കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് സ്ട്രാറ്റജിയെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അവിടെ തന്നെ ഞാനൊരു ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഫോർമുല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 60% ഓഫ് ദ കണ്ടന്റ് ഷുഡ് ബി എഡ്യൂക്കേഷണൽ കണ്ടന്റ് വെയർ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ ഈ ഇൻഡസ്ട്രിയിലെ, ഈ നീഷിലെ, ഇൻഡസ്ട്രിയിലല്ല, ഈ നീഷിലെ സ്പെസിഫിക് ആയിട്ട് പ്രോബ്ലംസ് വേറെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് ചില ടൂളുകളുണ്ട്, പക്ഷെ ആ ടൂളുകളെ ഫുൾ ആയിട്ട് നിങ്ങൾ റിലേ ചെയ്യരുത്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമുക്കിപ്പോ യൂബർ സജസ്റ്റിന്റെ തന്നെ ഒരു ടൂളാണ് ആൻസർ ദി പബ്ലിക്. ഓക്കെ, അതേപോലത്തെ ഒരു ടൂളാണ് പിന്നെ പീപ്പിൾ ഓൾസോ ആസ്ക്ഡ്.com. ഇതുപോലത്തെ ഒരു ടൂളാണ് പിന്നെ ഗൂഗിളിന്റെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുക്കുന്ന ആദ്യത്തിന് എടുക്കുക. ഇതിനെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്കൽ അതോറിറ്റി കിട്ടും. ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടാക്കാനുള്ള ത്രെഡാണ് നമുക്ക് കിട്ടുക. ടോപ്പിക്കൽ അതോറിറ്റി അല്ല കിട്ടുക, ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടാക്കാനുള്ള ത്രെഡാണ് കിട്ടുക. ഈ ത്രെഡ് നമ്മൾ കണ്ടു കഴിഞ്ഞ് അങ്ങനെ ആലോചിക്കും, ഓക്കെ, വാട്ട് ആർ ദ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് ആസ്ക്ഡ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ അമേരിക്കൻ ബേസ്ഡ് ഡേറ്റ ആണ്, ഇത് ഇന്ത്യൻ ബേസ്ഡ് ഡേറ്റ അല്ല. ഇന്ത്യൻ ബേസ്ഡ് ഡേറ്റ കിട്ടുന്നതായിട്ടുള്ള ടൂൾ ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചില ആൾക്കാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സാർ ഇങ്ങനത്തെ ഒരു ടൂൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ അതിന് മാർക്കറ്റ് പെനിട്രേഷൻ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെസിഫിക് ആയിട്ട് സ്ട്രാറ്റജിയോട് കൂടി ചെയ്യുന്ന ആൾക്കാരെ ശതമാനം നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 30%. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ്, നമ്മൾ ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. കാരണം ലെസ് ദാൻ 30% ഓഫ് ദ പീപ്പിൾ ഹാവ് പ്യുവർ പ്ലാൻ ദാറ്റ് വെയർ ഷുഡ് ദിസ് പ്രോസസ് ഷുഡ് ഗോ. അപ്പൊ അത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, കോച്ചുകളായിക്കോട്ടെ, കൺസൾട്ടന്റുമാരായിക്കോട്ടെ, ഇവരോട് ചോദിച്ചാൽ ഇവർക്കൊന്നും ഇതിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്
60% നമ്മൾ ഒരു അതോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് സ്പെസിഫിക് ആയിട്ട് ആൻസർ ഓരോ പ്രോബ്ലത്തിനും ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഫേസിങ് ദാറ്റ് പ്രോബ്ലം ഓർ സംവൺ കംസ് ടു ദാറ്റ് പേഴ്സൺ ആസ് ദാറ്റ് പ്രോബ്ലം. ഓക്കെ, നിങ്ങളടുത്ത് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഡോക്ടറാണ്, ഓക്കെ, യു ആർ എ സൈക്കോളജിസ്റ്റ്, യു ആർ എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, പീപ്പിൾ കം ആൻഡ് ആസ്ക് ടു യു ദാറ്റ് ദിസ് ഇസ് ദ പ്രോബ്ലം ദാറ്റ് ഐ ഫേസ്. കറക്റ്റ് ആയിട്ട് ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്റെ ആൻസർ പറയുന്നുള്ളതിന്റെ അതോറിറ്റി നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യണം. അതെ, ഓക്കെ. ഇനിയാണ് തമാശ എടുക്കുന്നത്. ഇഫ് ദാറ്റ് ഇസ് എ ലോങ് വീഡിയോ യു പുട്ട് ഇറ്റ് ഇൻ യൂട്യൂബ്. Okay, if that's a video which is intended for an age group between 35 to 55, yes, okay, you can put that video in Facebook. Okay, if that video is intended for the teenage audience who is facing that problem, okay, you can put as reels in Instagram. Okay, പോയിന്റ് കിട്ടിയ ആ രീതിയിലായിരിക്കണം നമ്മൾ കണ്ടന്റിനെ ഡിസൈൻ ചെയ്യേണ്ടത്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ യു ഷുഡ് ബി എ ടോപ്പിക്കൽ അതോറിറ്റി ഇൻ ദാറ്റ് നീഷ്. ഇപ്പൊ ഹാഷിം ഖലീലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഓക്കെ, ഹീസ് ഫ്രം നോർവേ. അയാൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ വളരെ ഫേമസ് ആണ്. വാട്ട് ഹി ഡിഡ് ആക്ച്വലി, അയാൾ ഒരു 6 വർഷം കൊണ്ട് ഹി ബിക്കെയിം ദ മോസ്റ്റ് അതോറിറ്റേറ്റീവ് പേഴ്സൺ ഇൻ ഹെൽത്ത് കെയർ. നിങ്ങൾ ലോകത്ത് നടക്കുന്ന പുതിയ ഏത് തരം റിസർച്ച് ആയിക്കോട്ടെ, ഓക്കെ, he creates a video of that. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? He doesn't create a raw video, he creates an animated video. He creates an animated video and put that video എവിടെ? In Facebook. കാരണം എന്താ? Specific people who are age group more than 35 are looking for healthcare issues which is going to face that person. Okay, മനസ്സിലായ? പക്ഷേ അത് കോപ്പി ചെയ്ത് ഒരുപാട് ആൾക്കാർ ന്യൂട്രീഷണൽ സ്പേസിലും മോട്ടിവേഷണൽ കോച്ചിങ് സ്പേസിലും അതേപോലെ തന്നെ പിന്നെ സപ്ലിമെന്റേഷൻ ഇൻഡസ്ട്രിയിലും വന്നതോടുകൂടി ഹാഷിം ഖലീലിയുടെ പിന്നെ റെലവൻസ് കുറഞ്ഞു. പക്ഷെ കുറഞ്ഞെങ്കിൽ പോലും അയാൾ കൊണ്ടുവന്ന സ്പേസിൽ ദാറ്റ് യു ഷുഡ് എഡ്യൂക്കേറ്റ് ദ പേഴ്സൺ, യു ഷുഡ് എഡ്യൂക്കേറ്റ് ദ പേഴ്സൺ ടു ദ കോർ, ദാറ്റ് ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ എ വെരി സട്ടിൽ. അതായത് യൂട്യൂബിന്റെ ആൽഗോരിതത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് യൂട്യൂബിന്റെ ആൽഗോരിതത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ്. യൂട്യൂബിന്റെ ആൽഗോരിതത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ആയിരിക്കണം നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഒരു കാരണവശാലും ഒബ്നോക്ഷ്യസ് വലിയ വലിയ ആളെ പേടിപ്പിക്കുന്ന വാക്കൊന്നും പറയരുത്. നിങ്ങൾ സാധാരണ 4ാം ക്ലാസ് കഴിഞ്ഞൊരു വ്യക്തിക്ക് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ മുകളിൽ സംസാരിക്കാനുള്ള കഴിവിലായിരിക്കണം നിങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഏത് ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ മലയാളിനെ ടാർഗറ്റ് ചെയ്യണത്, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കേരളത്തിൽ ഏത് റീജിയനിലുള്ള ആളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് നോക്കണം. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ മലബാർ റീജിയനിലാണ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? മലബാറിലെ ഭാഷയെ പറയാം, എന്തൊക്കെയുണ്ട് കുട്ടികളെ വർത്താനം. പക്ഷെ നിങ്ങൾ തിരുവിതാംകൂർക്ക പോണത് യു ഷുഡ് സ്പീക്ക് ദാറ്റ് സ്ലാങ്. മനസ്സിലായ? ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ an age and community where they are influential, അതായത് അവർ കുറച്ചും കൂടി ഹൈ സൊസൈറ്റിയാണ്, സോ യു ഷുഡ് സ്പീക്ക് ഇൻ ദാറ്റ് മാനർ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഞാൻ പറഞ്ഞില്ലേ, നീഷ് സ്പെസിഫിക്, ലൊക്കേഷൻ സ്പെസിഫിക്, കണ്ടന്റ് സ്പെസിഫിക് ടോപ്പിക്കൽ അതോറിറ്റികൾ ഉണ്ടാക്കിയെടുത്തേ പറ്റും. ആ ബിൽഡപ്പ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് ഡിജിറ്റൽ കോച്ച് ആയിക്കോട്ടെ, കൺസൾട്ടന്റ് ആയിക്കോട്ടെ, തെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഈ സാധനം വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ യൂട്യൂബിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഫേസ്ബുക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മളടുത്ത ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്നാപ്പ് ഒരിക്കലും അവിടെ സ്കോപ്പില്ല. കാരണം എന്താ? സ്നാപ്പ് എന്ന് പറയുന്ന ആൽഗോരിതം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓൺലി ഫോർ വൈബ്രൻസി. ഓക്കെ, വൈബ്രൻസി ജനറേറ്റ് ചെയ്യുന്ന ബ്രാൻഡിന്റെ വൈബ്രൻസിയെ നിലനിർത്താൻ പറ്റുന്ന ഇൻഡസ്ട്രിയിൽ മാത്രമേ ഈ സാധനം ഉണ്ടായിട്ട് കാര്യമുള്ളൂ. പക്ഷേ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യുവർ നീഷ് ഈസ് ഡിജിറ്റൽ കോച്ചിങ്ങിന് എത്ര കണ്ടത് വിജയിക്കുമെന്ന് അറിയില്ല, പക്ഷെ അവിടെ വിജയിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആദ്യം യൂസ് കേസ് ഉണ്ടാക്കണം. അതെങ്ങനെ വെച്ചാൽ കണ്ടന്റ് കലണ്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കറക്റ്റ് ആയിട്ട് കണ്ടന്റ് കലണ്ടർ വെച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് ഈ പ്രോബ്ലത്തിന് അഡ്രസ് ചെയ്യണം. ഏതൊക്കെ പ്ലാറ്റ്ഫോം ഏത് രീതിയിൽ പൊസിഷൻ ചെയ്ത്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അവയർനെസ് ജനറേറ്റ് ചെയ്യണം. 60% അവയർനെസ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30% എൻഗേജ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ. ആ 30% എൻഗേജ്മെന്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വെബിനാർസ് വെക്കാം. ഓക്കെ, ഇയാളെ ഇവന്റുകൾ എടുക്കാം, ഇയാൾ വേറെ കണ്ട് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും അതോറിറ്റി ഉണ്ടാക്കുന്ന സ്പേസിൽ പോയിട്ട് സംസാരിക്കുന്നത് എടുക്കാം. സോ ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ്. ആ 30 കഴിഞ്ഞാൽ പിന്നെ 30% പ്യൂർ കൺവേർഷന് വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഒരു പെർഫോമൻസ് മാർക്കറ്റർ അല്ലെങ്കിൽ ഗ്രോത്ത് മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു പെയ്ഡ് ആഡ് എക്സ്പേർട്ട് എന്ന രീതിയിൽ
ആ 30% അവയർനെസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോടും പറഞ്ഞൊരു കാര്യമാണ്, റെസ്റ്റ് 70% നിങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ ഈ ആൽഗോരിതം പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ 30% കൊണ്ട് ഞങ്ങൾ വലിയ അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം അൺഅവെയർ ഓഡിയൻസിനെ മോസ്റ്റ് അവെയർ ഓഡിയൻസ് ആക്കി ജനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആൽഗോരിതത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം ഈ സാധനം കത്തും. നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഈ ആഡ് ചെയ്യുന്ന സമയത്ത് വേണ്ടത്ര റെസ്പോൺസ് ഇല്ല, റിസൾട്ട് ഇല്ല എന്നാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അതോറിറ്റി ബിൽഡപ്പ് ചെയ്യുന്നിടത്ത് ഉള്ള ഒരു ഫെയിലിയർ അത് നന്നായി ഇതിനെ ബാധിക്കും. ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഞാൻ നാളൊരു ക്ലയന്റിനായിട്ട് കൺസൾട്ട് ചെയ്ത സമയത്ത് ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ എടുത്തു. ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് എടുത്ത സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ അക്കൗണ്ടിലൊന്നും കമന്റ് ഇല്ലാത്തത്? അപ്പൊ ഇവരെന്താ ചെയ്തിക്കണമെന്ന് അറിയും, വെറുതെ ബൂസ്റ്റ് പോസ്റ്റ് അടിച്ചിരിക്കുക. ഫുള്ള് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആണ്. ബൂസ്റ്റ് പോസ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾ ആഡ് ചെയ്യേണ്ടത്, പക്ഷെ ഒരൊറ്റ എൻഗേജ്മെന്റ് ഇല്ല, ഒറ്റ കമന്റ് ഇല്ല. ഞാൻ അടുത്തേക്ക് വെച്ച്, സാറേ ലൈക്ക് ഇല്ല, കമന്റ് ഇല്ല, ഷെയറബിൾ ഇല്ലാത്തൊരു കണ്ടന്റിന് ആൽഗോരിതം എങ്ങനെ പോസിറ്റീവായി എടുക്കുക? നമ്മൾ ഗൂഗിളിന്റെ SEO പറഞ്ഞൊരു കാര്യമാണ് ക്രോൾ ബഡ്ജറ്റ്, ക്രോൾ ലിമിറ്റ്. ഈ രണ്ട് സാധനം നടക്കണം എന്നുണ്ടെങ്കിൽ ആൽഗോരിതം ക്രോൾ ബഡ്ജറ്റിന് വേണ്ടി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യണമെങ്കിൽ ആൽഗോരിതത്തിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് യൂസ് കേസ് ഇതിന്റെ മനസ്സിലാവണ്ടേ? ഈ കമന്റിന്റെ കാര്യം ഇപ്പോൾ നമ്മൾ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലൈക്സും കാര്യങ്ങളും കിട്ടും. പക്ഷെ അവിടെ കമന്റ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ കണ്ടന്റ് പക്ക എൻഗേജിങ് ആണ്. അത് ഇവർക്ക് ആ ഓഡിയൻസിന് ശരിക്കും കണക്റ്റഡ് ആണ് ഓരോ ഓഡിയൻസ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു പോയിന്റ് ആണ്, സ്പെസിഫിക് ആയിട്ട് ലൊക്കേഷൻ ബേസ്ഡ് ആണെങ്കിൽ ലൊക്കേഷൻ ബേസ്ഡ് കീവേഡുകൾ GMB ഒപ്റ്റിമൈസ്ഡ് ആവണം. കാരണം GMBയിൽ പറഞ്ഞൊരു കാര്യമാണ് റെലവൻസി, പ്രോക്സിമിറ്റി, റാങ്കിങ്. ഈ 3 കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ആൻസറബിൾ ആവണം. ആ ആൻസറബിൾ ആവേണ്ടത് എവിടുന്ന? ആൻസറബിൾ ആവേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൃത്യമായിട്ട് അവിടെ വന്ന വ്യക്തികൾക്ക് അയാളെ എക്സ്പീരിയൻസ് ആണ് അവിടെ എഴുതേണ്ടത്, ഇൻക്ലൂഡിങ് ലൊക്കേഷൻ ബേസ്ഡ് കീവേഡ്സ് അല്ലേ? സ്പെസിഫിക് നീഷ്, സ്പെസിഫിക് പെയിൻ പോയിന്റ്, സ്പെസിഫിക് സർവീസസ് വിച്ച് സപ്പോർട്ട്. ഇതുണ്ടെങ്കിലല്ലേ ഈ സാധനം ശരിയാവുള്ളൂ. അത് ചെയ്യാൻ ഈ പറയുന്ന കോച്ചോ കൺസൾട്ടന്റോ ഈ പറയുന്ന തെറാപ്പിസ്റ്റോ ശരിയാവാത്തോടത്തോളം കാലം, ഇഫ് ഈ സെയിങ് ദാറ്റ് ഐ എം നോട്ട് ഗെറ്റിംഗ് ലീഡ്സ്, ഐ എം നോട്ട് ഗെറ്റിംഗ് സെയിൽസ്, ഐ എം നോട്ട് ഗെറ്റിംഗ് പീപ്പിൾ, ഐ എം നോട്ട് ഏബിൾ ടു ജനറേറ്റ് സം സോർട്ട് ഓഫ് ഓറ ഇൻ ദ കമ്മ്യൂണിറ്റി, ഇതാണ് പ്രശ്നം. ഈ സാധനം കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് നടപടി ആവില്ല. ഇനിയിപ്പോ നമ്മൾ ഒരു കാര്യം ചെയ്തല്ലോ, ഇതിന്റെ ഒരു ഓട്ടോമേഷനിലോട്ട് നമുക്ക് എന്തൊക്കെ ഓട്ടോമേഷൻ കാര്യങ്ങൾ. ഓട്ടോമേഷന്റെ മുന്നേ നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ മെട്രിക് വെച്ചിട്ട് ഇതിനൊന്ന് ഏതൊക്കെ തരം ആഡ് റൺ ചെയ്യാൻ പറ്റും നോക്കിയാലോ? അതെ, അത് നോക്കാം. അപ്പൊ നമ്മൾ ഇനി പറയാനുള്ളത് പെർഫോമൻസ് മെട്രിക്സ് ആവും, പിന്നെ ഓട്ടോമേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ പെർഫോമൻസ് മെട്രിക്സ് ഓരോ ഫണൽ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, ഒരു ഫസ്റ്റ് അവർനെസ് സ്റ്റേജിൽ നിന്ന് എത്ര കണ്ടിട്ട് എൻഗേജ്മെന്റ് സ്റ്റേജ് വരെ എത്താം. അപ്പോൾ എത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് പിന്നെ നമ്മൾ പെർഫോമൻസിന്റെ ഒരു മെട്രിക് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ട ഫസ്റ്റ്, ഇപ്പൊ മെറ്റഡ് ആൽഗോരിതം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഓക്കെ, മെഷീൻ ലേണിംഗ് ആൽഗോരിതംസിനെ വളരെയധികം അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലഘട്ടം വന്നു തുടങ്ങി. നമുക്കറിയാം അഡ്വാൻറ്റേജ് പ്ലസ് പോലത്തെ ക്യാമ്പയിനുകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ നമ്പർ 1 ഫാക്ടർ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ലുക്ക് അപ്പോൺ ചെയ്യേണ്ട കാര്യം ക്രിയേറ്റീവ് ആണ്. ഓക്കെ, മലയാളികളുടെ ഇടയിൽ ഏറ്റവും ഫോക്കസ് ഇല്ലാത്തൊരു സാധനം ക്രിയേറ്റീവ് ആണ്. ഒരു കാരണവശാലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിൽ എന്ത് വാല്യൂ പ്രൊപ്പോസിഷൻ ആണ് കൊടുക്കുക എന്നുള്ളത് അതിന്റെ സ്റ്റോറി വെച്ചിട്ടോ ഹുക്ക് എലമെന്റ് വെച്ചിട്ടോ ക്ലിയർ CTA വെച്ച് കൊടുക്കാൻ താല്പര്യമില്ല. ഈ ഒരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഇത് ക്ലിയർ ആക്കി എടുക്കണം. ഈ സംഭവത്തെ ക്ലിയർ ആക്കി എടുത്താൽ മാത്രമേ ആ വാല്യൂവിനെ റെപ്യൂട്ടേഷൻ വെച്ചിട്ടും റെലവൻസി വെച്ചിട്ടും പ്രോക്സിമിറ്റി വെച്ചിട്ടും കാണിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന പെർഫോമൻസിന്റെ ക്രിയേറ്റീവ് മെട്രിക്കിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കടക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറയുന്ന 2 എലമെന്റുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഒന്ന് ഹോൾഡ് റേറ്റും ഹുക്ക് റേറ്റും. ഓക്കെ, ഹോൾഡ് റേറ്റും ഹുക്ക് റേറ്റും കൃത്യമായിട്ടൊരു ഫോർമുല ഞാൻ പറഞ്ഞുതരാം. ഹോൾഡ് റേറ്റ് അത്യാവശ്യം ഒരു 30% വേണം. ഓക്കെ, ഹുക്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 10 to 15% ഹുക്ക് റേറ്റും വേണം. ഇനി ആൽഗോരിതം പഠിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് 3 സെക്കൻഡ് എത്ര ആൾക്കാർ കണ്ട്, 15 സെക്കൻഡ് എത്ര ആൾക്കാർ കണ്ട്, ഫുള്ള് വീഡിയോ എത്ര ആൾക്കാർ കണ്ട്, ഇതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റേജ് ആൽഗോരിതം കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ആൽഗോരിതം കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂട്യൂബിന് ഒരു മെട്രിക്കിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് വേറെ മെട്രിക്കാണ്. നമുക്ക് ആൽഗോരിതത്തിന്റെ എല്ലാ ഡീറ്റെയിൽക്കും കടക്കാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് അതിന്റെ ബേസിക് എലമെന്റ് നമ്മൾ പറഞ്ഞു നിർത്താം. ഈ പോയിന്റിന് ശേഷം നമുക്ക് CPM-ലേക്ക് എടുക്കുക. CPM ആണപ്പോൾ നമ്മൾ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ കണ്ടു, ഇംപ്രഷൻസിന്റെ മെട്രിക് കാൽക്കുലേറ്റ് ചെയ്യുക.
1000 പീപ്പിൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഹുക്ക് റേറ്റും ഹോൾഡ് റേറ്റും പെർഫെക്റ്റ് ആണെങ്കിൽ എന്തായാലും ഒരു 30% ആൾക്കാർ എൻഗേജ്മെന്റിലേക്ക് എത്തിയേ പറ്റും. ഓക്കെ, അതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. ആ 30 to 40% എൻഗേജ്മെന്റ് റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വാല്യൂ പ്രൊപ്പോസിഷൻ, ടാർഗറ്റിങ്, ക്ലിയർ ആയിട്ടുള്ള ലാൻഡിംഗ് പേജ്, ക്ലിയർ ആയിട്ടുള്ള കോപ്പി, ക്ലിയർ ആയിട്ടുള്ള ക്രിയേറ്റീവ്, മെസ്സേജിങ് എല്ലാം പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഈ 40% കിട്ടിയെന്ന് വിചാരിക്കാം. ഈ 40%-ൽ നിന്ന് അറ്റ്ലീസ്റ്റ് 15% എങ്കിലും നമുക്ക് കൺവേർഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റീവ് ആ കൺവേർഷൻ സ്റ്റേജിൽ എത്തിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, കോസ്റ്റ് പെർ ലാൻഡിംഗ് പേജ് വ്യൂ എത്ര ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, അതാണ് ഞാൻ CROനെ കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. CRO പ്രോപ്പർ ഇല്ല, കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇല്ല, കറക്റ്റ് വാല്യൂ പ്രൊപ്പോസിഷൻ ഇല്ല. ബോട്ടം ഓഫ് ദ ഫണലിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും പേജിന്റെ ലാസ്റ്റ് കൊണ്ടുപോയിട്ടാണ് CTA ബട്ടൺ വെച്ചിരിക്കുന്നത്. അതൊരു വൃത്തിയില്ലാത്ത രൂപത്തിലാണ്. നടപടിയാവില്ല. ഓരോ സ്റ്റേജിലും നമ്മൾ ഇത് ഒരു സമ്മറൈസ് പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ വെറുതെ ആഡ് വിട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് റിസൾട്ട് കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. അത് കിട്ടില്ല. കാരണം അൺഅവെയർ ഓഡിയൻസിനെ അവെയർ ഓഡിയൻസ് ആക്കി മോസ്റ്റ് അവെയർ ഓഡിയൻസിന്റെ സ്റ്റേജിലേക്ക് എത്തിക്കലാണ് പെർഫോമൻസ്. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് പ്രൊപ്പോസിഷൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതൊന്നും ഇല്ലാത്തൊരു കണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ പെർഫോമൻസ് കിട്ടണമെന്ന് വാശി പിടിച്ചാൽ നടക്കില്ല. നമ്മളിത് ഒരു സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റേജിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജിൽ നമ്മൾ ഹുക്ക് റേറ്റും ഹോൾഡ് റേറ്റും മതി ശ്രദ്ധിക്കുക. അപ്പോൾ എൻഗേജ്മെന്റ് അല്ലെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്ന മിഡിൽ ഓഫ് ദി ഫണൽ വരുന്ന സമയത്ത് ലാൻഡിംഗ് പേജ്, അതിന്റെ ഒബ്ജക്റ്റീവ്, ലാൻഡിംഗ് പേജിൽ എത്ര ആൾക്കാർ വന്നു, അവിടുന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്ര ആൾക്കാർ എത്തി, അങ്ങനെ താങ്ക് യു പേജ് എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്ത്, കൺവേർഷൻ സ്റ്റേജിൽ പേജ് എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്ത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ അനലിറ്റിക്സ് വെച്ചിട്ടും ഹീറ്റ് മാപ്പ് വെച്ചിട്ടും പിന്നെ നമ്മുടെ കണ്ടന്റുകൾ ഇവർ എത്ര ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ഇത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വയറിംഗ് എ കസ്റ്റമർ എത്ര കണ്ട് കുറക്കാൻ പറ്റും നോക്കാൻ പറ്റും. നമ്മൾ പെർഫോമൻസിന്റെ മെട്രിക്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് കേക്കാണ് കോസ്റ്റ് ഓഫ് അക്വയറിംഗ് എ കസ്റ്റമർ. കോസ്റ്റ് ഓഫ് അക്വയറിംഗ് എ കസ്റ്റമർ കുറക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓർഗാനിക് കണ്ടന്റ് കത്തിപ്പോകണം. ഓർഗാനിക് കണ്ടന്റ് കത്തുന്നില്ല, നമുക്കൊരു പ്രോപ്പർ ഫണൽ സിസ്റ്റം ഇല്ല, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഓട്ടോമേഷൻ സിസ്റ്റംസ് ഇല്ല, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റീമാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റ അക്വയർ ചെയ്യാനുള്ള മെത്തേഡ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ വേറെ രണ്ട് മെട്രിക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെട്രിക്കാണ് റോയാസും പിന്നെ റോയാസ് നമ്മളിവിടെ പറയാത്തത് എന്താ വെച്ചാൽ സെയിൽ ക്യാമ്പയിൻ ഇല്ലല്ലോ നടത്തുന്നത്. നമ്മളിപ്പോ ഒരു കോച്ചുമാരെ പോലത്തെ ആൾക്കാരാവുന്ന സമയത്ത് കോച്ചാകുമ്പോൾ പിന്നെ ഇപ്പോൾ ലാൻഡിംഗ് പേജ് കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യണം, ലീഡ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും കൂടുതലായിട്ട് നടക്കുന്നത് എന്താ വെച്ചാൽ ലീഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് എൻഡ് സിസ്റ്റം, ടെലികോളിംഗ് സിസ്റ്റം, ഇപ്പൊ അതിന് ഏജന്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും അതൊന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. കൂടുതലും അതിന്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ലാംഗ്വേജ്. അപ്പൊ മലയാളം വളരെ കറക്റ്റ് ആണ്, ലാംഗ്വേജ് മലയാളത്തിൽ എത്തിയിട്ടില്ല. ഇതാണ് ഇപ്പൊ ഇതിന്റെ ഒരു മെട്രിക്ക് നമുക്ക് ബേസിക് ആയിട്ട് സംസാരിക്കണം. കാരണം ഈ സ്റ്റേജുകളൊക്കെ കറക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇനി വേറെ തമാശ കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഓർമ്മിപ്പിച്ചാൽ നന്നായി. നമ്മൾ അവയർനെസ് സ്റ്റേജിൽ കൊടുക്കുന്ന ക്രിയേറ്റീവ് അല്ല കൺവേർഷൻ സ്റ്റേജിൽ കൊടുക്കേണ്ടത്. നേരെ വിപരീതമാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്, ഫണല് കൊടുക്കേണ്ടത്, എൻഗേജ്മെന്റ് ഫണൽ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇനി വേറെ ഫോർമുല കാണാം. ഒരു 5 ക്രിയേറ്റീവ് അവയർനെസ്സിന് വേണ്ടി ഉണ്ടാക്കുക, ഒരു 3 ക്രിയേറ്റീവ് എവിടെ ഉണ്ടാക്കുക, ട്രാഫിക്കിന് വേണ്ടി ഉണ്ടാക്കുക, ഒരു 3 ക്രിയേറ്റീവ് നമ്മൾ കൺവേർഷൻ ഉണ്ടാക്കുക. വ്യത്യസ്തമായ ഓഡിയൻസിന് വ്യത്യസ്തമായ പൊസിഷനിൽ വ്യത്യസ്തമായ ഹുക്ക് വെച്ച് കൊടുത്താലാണ് ഈ കാര്യം കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കേരളത്തിൽ കണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തം എന്ന് പറഞ്ഞതിലെ ദുഃഖകരമായ കാര്യം, ക്രിയേറ്റീവിന്റെ മുകളിൽ ഒരു പൈസ ചെലവാക്കാൻ ആരും തയ്യാറില്ല. അത് ചെയ്യില്ല. ആ ഒരു അതോറിറ്റി ബിൽഡപ്പ് ചെയ്യാൻ ഇവർക്കാർക്കും ഒരു, എന്നിട്ട് പിന്നെ പറയും ഞങ്ങൾക്ക് ലീഡ് കിട്ടിയില്ല. അപ്പൊ പിന്നെ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയും ഞങ്ങൾക്ക് ലീഡില്ല, ഞങ്ങൾക്ക് ഇതൊന്നും തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ക്രിയേറ്റീവ് ഒന്നും തരാൻ പറ്റില്ല, ഇത്ര ക്രിയേറ്റീവ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ലീഡ് വേണം. അപ്പൊ ഞാൻ ചോദിക്കുന്നതിന്റെ ഫറ്റീക്ക് ഒന്നും ഇല്ല ഈ ക്രിയേറ്റീവിന്റെ മുകളിൽ, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് തന്നെ അറിയില്ല. പ്രോസസ്സ് അറിഞ്ഞാലല്ലേ ഇതൊരു കൃത്യമായ രീതിയിൽ ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവുള്ളൂ. ഇതാണ് ഇതിന്റെ ഈ സ്റ്റേജ് മനസ്സിലാക്കണം. ഇനിയിപ്പോ ഓട്ടോമേഷൻ ഫണലിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? ഇതിൽ ഓട്ടോമേഷൻ വരുന്നത് ഇപ്പോൾ ഒന്നിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫണൽസുകൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ചെറിയ കോഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 99 റുപ്പീസിന്റെ കോഴ്സോ അല്ലെങ്കിൽ ഒരു 1000 റുപ്പീസിന്റെ കോഴ്സൊക്കെ ആണെങ്കിൽ ഇതിന്റെ പല സ്റ്റേജ് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് വെബിനാർസുകൾ, പ്രീ റെക്കോർഡഡ് വെബിനാർസുകൾ കൊണ്ടുവരാം, ഡിവൈഡ് ചെയ്യാം. അതുപോലെ കമ്മ്യൂണിക്കേഷൻസ് ഓട്ടോമേഷൻ ആക്കാം. ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഓട്ടോമേഷൻസ് ഉണ്ട്.
അതിൻ്റെ APIs വാട്സാപ്പ് API യൂസ് ചെയ്തിട്ട് ഏസൻസി പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഓട്ടോമേഷൻ ഉണ്ട്. ഏസൻസി പോലെ നമ്മളെ മലയാളി ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഓട്ടോ ചാറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടൂൾസുകൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വാട്സപ്പ് ഓട്ടോമേഷൻസ് യൂസ് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോമേഷൻ ചെയ്യും. പിന്നെ കഴിഞ്ഞതിന് ശേഷമായിട്ടുള്ള ഇപ്പോൾ ഒരു ഇവൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇവൻ്റ് ആണെങ്കിൽ ഇപ്പോൾ മറ്റേ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ ഓട്ടോമേറ്റ് ചെയ്യും. ഇപ്പോൾ അധികം ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഇവൻറ്റ്സൊക്കെ അവർ രജിസ്ട്രേഷൻ നടത്തുന്ന ഗൂഗിൾ ഫോം വഴി. ഈ ഗൂഗിൾ ഫോമിൻ്റെ വഴി ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഫോമിൻ്റെ രജിസ്ട്രേഷൻ നടത്തി ആ രജിസ്ട്രേഷൻസ് പിന്നെയും കൺഫേം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഈ കസ്റ്റമർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആൾ ഈ ഒരു പ്രോഗ്രാമിന് ചേരുന്ന സമയത്ത് അവന് ഒരു ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്തു, അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവനക്ക് ചോയ്സ് ഉണ്ട് ചേരേണ്ടതെന്നുള്ളത്. പക്ഷെ അതിന് പകരം അവിടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ഇപ്പോൾ ഒരു ചെറിയ ഫീസുള്ള ഒരു കോഴ്സാണ്, അതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കൺവേർഷൻ്റെ പോസിബിലിറ്റീസ് കൂടുകയാണ്. ഈ ഓട്ടോമേഷൻ ഇല്ലാത്തതിൻ്റെ കാരണത്താൽ കുറേ നമുക്ക് പൊട്ടൻഷ്യൽ ലീഡ്സ് തന്നെ എന്താവുണ്ട് മിസ്സായി പോകും, ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഞാൻ സ്ഥലത്ത് പറഞ്ഞു ഈ ഗൂഗിൾ ഫോം. അതുപോലെ ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പിൽ ഇപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സർവേ ഫോംസ് പോലും കൊടുക്കാൻ നമ്മളെ ആൾക്കാർ തയ്യാറില്ല. പിന്നെ ഒരാൾ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കുന്നത് ചിലപ്പോൾ നാളായിരിക്കും. അപ്പോൾ അതൊരു വലിയ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇപ്പം നാളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ലീഡ് ജനറേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലീഡ് ജനറേറ്റ് ചെയ്ത് കൊടുത്ത സമയത്ത് പിറ്റത്തെ ദിവസം മുതലാളി വിളിച്ചിട്ട് ഇവനോട് ഷൗട്ട് ചെയ്യണം. ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഇവനോട് ചോദിക്കണം എനിക്ക് എൻ്റെ ലീഡ് കൺവേർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. ഇത് മറ്റാണ് ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൗട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, പൊന്നു മോനെ നീ അവരോട് ചോദിച്ചു നോക്കുന്നത് എനിക്ക് ലീഡ് കൊടുത്തതിന് ശേഷം എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിളിച്ചത്. 48 മണിക്കൂർ കഴിയുമ്പോൾ ഇവർക്ക് 1000 ഓപ്ഷൻസ് വരുന്ന സമയത്ത് ഇവന് പിന്നെ എന്തിനാ ഈ കമ്പനിയുടെ പിന്നാലെ പോണത്? അത് എന്തുകൊണ്ട് പോകണില്ല എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് അതോറിറ്റി ഇല്ല. അതോറിറ്റി ഉണ്ടെങ്കിൽ പിന്നെയും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഈ അതോറിറ്റി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു പോയിന്റ് ആണ്, ഇപ്പോൾ പ്രൊഡക്റ്റ് നന്നായിട്ട് കാര്യമില്ല, സർവീസ് മോശമാണ്. സർവീസ് മോശമായി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എത്ര നന്നായാലും ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റ് എടുക്കാം. അല്ല, അത് വളരെ പോയിന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്ത് വലിയ $1 ബില്യൺ വാല്യുവേഷനുള്ള കമ്പനികൾ പരാജയപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് മോശമായതാണ്. അപ്പോൾ അവര് വേറെ കസ്റ്റമറിനെ, അതായത് നമുക്ക് ഇതിനെ 2 സ്റ്റേജിൽ ഇതാക്കാം. കസ്റ്റമർ അക്വയറിംഗ് ഈസ് മോർ ഈസി ദാൻ റീറ്റെയിനിങ് എ കസ്റ്റമർ. കസ്റ്റമറിനെ പിടിച്ചു നിർത്താൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം കസ്റ്റമർ ഹാസ് മെനി ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സമയത്ത് വൈ ഷുഡ് ഹി വെയിറ്റ് ഫോർ അസ്? അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് റെക്കഗ്നൈസ് അസ് ആസ് എ ലീഡർ, ദേ ഷുഡ് റെസ്പെക്ട് അസ്. ആ റെസ്പെക്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പൊ ഈ റീറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ലോയാലിറ്റി വരുള്ളൂ. ആണ് ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും അധികം ശ്രദ്ധിക്കാറില്ല എന്നല്ല, അതിന് താല്പര്യമില്ല. കാരണം അതിന്റെ മെക്കാനിസം പ്രോസസ്സും സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരാൾക്കും താല്പര്യമില്ല. ഇപ്പൊ ഒരു കസ്റ്റമർ വന്നതിന് ശേഷം അതിന്റെ ശേഷമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ ആരും ശ്രമിക്കാറില്ല. എന്താ ഇപ്പോ പ്രോഡക്റ്റ് എന്താ പാട് അല്ലെങ്കിൽ വേറെ അതൊരു ഓട്ടോമേഷൻ ചാനൽ വയ്യോ ഈ ഓട്ടോമേഷൻ സൊമാറ്റോ സ്വിഗ്ഗി വരെ നമ്മളെ എല്ലാ അങ്ങനത്തെ D2C പ്രൊഡക്റ്റുകൾ ഇപ്പോ സൊമാറ്റോ സ്വിഗ്ഗി D2C ആയിട്ടല്ല, D2C പ്രൊഡക്റ്റുകളും കൃത്യമായിട്ട് പറയണമെങ്കിൽ അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഹാക്ക് ഉണ്ട്. ഫസ്റ്റ് 100 കസ്റ്റമർ അക്വയർ ചെയ്യാനാണ് നമുക്ക് CAC എത്ര കൊടുത്തത്. ഓക്കെ, അടുത്ത 100 കസ്റ്റമർ അക്വയർ ചെയ്യാൻ അതിൻ്റെ 75% കോസ്റ്റ് നമ്മൾ കാണുള്ളൂ. പിന്നത്തെ 100 കസ്റ്റമർ അക്വയർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് 50% കാണും. പിന്നത്തെ 1000 കസ്റ്റമർ അക്വയർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് 0 റേറ്റിന് കിട്ടും. ചിലപ്പോൾ എന്തുകൊണ്ട് 0 റേറ്റിന് കിട്ടും? നമ്മളിത് ബ്രാൻഡാണെങ്കിൽ അതാണ് അതിൻ്റെ വാല്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ നാളെ അടുത്ത പോഡ്കാസ്റ്റിൽ ലോകത്തുള്ള ഫേമസ് ആയിട്ടുള്ള കുറച്ച് കോച്ചുമാരെ, കൺസൾട്ടൻറ്റുമാരെ, തെറാപ്പിസ്റ്റുകളുടെ ഫണലിനെ കൃത്യമായിട്ട് ഡൈസെക്റ്റ് ചെയ്തതിന് ശേഷം ഇത് കേരളത്തിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലേ? അതെ, നമ്മൾ ഓരോ നീഷിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ. സോ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ പോഡ്കാസ്റ്റ്. ഞങ്ങളെ ഈ ഒരു സെഗ്മെന്റിലുള്ള ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. നിങ്ങളെല്ലാവരെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വി വാല്യൂ യുവർ കമ്മിറ്റ്മെൻറ്റ് ടു വാച്ചിങ് അവർ കണ്ടന്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. അതുപോലെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ
അത് കമൻ്റ് ആയിട്ട് ചെയ്യുക. ഞങ്ങൾ അതിനെ കുറിച്ചിട്ടും പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.